ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ലബനനിൽ സംഘർഷബാധിത മേഖലയിൽ നിന്നും പലായനം ചെയ്തവർ തിരിച്ചു വന്നു തുടങ്ങി. പ്രധാനമായും തെക്കൻ ലബനനിൽ നിന്നും ഒഴിഞ്ഞുപോയവരാണ് കാറുകളിലും മറ്റുമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നത്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു മേഖലയിൽ നിന്ന് പലായനം ചെയ്തത്. ഏകദേശം 14 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സംഘർഷം സെപ്റ്റംബർ പകുതിയോടെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വളർന്നിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവനടക്കമുള്ള ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നാലെ വെടിനിർത്തലിനുള്ള ചർച്ചകൾ ശക്തമായതും കരാറിലേക്ക് എത്തിയതുമാണ്. വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം നടത്തി. US പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇതോടെയാണ് പലായനം ചെയ്തവർ തിരികെ വരാൻ തുടങ്ങിയത്. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തെക്കൻ ലബനനിൽ പുറപ്പെട്ടതോടെ തലസ്ഥാനമായ ബെയ്റൂത്തിലെ ഹൈവേകളിൽ ഏറെ നാളുകൾക്ക് ശേഷം ഗതാഗത തടസ്സം രൂപപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം തുറമുഖ നഗരമായ സിഡോണിന്റെ വടക്കൻ പ്രവേശന ഭാഗത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഇപ്പോഴും തുടരുന്ന മേഖലയിലേക്ക് തിരികെ വരുന്നത് ഒഴിവാക്കണമെന്ന് ലബനീസ് സൈന്യം ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾ അതിർത്തികളിലും മറ്റുമുള്ള ഗ്രാമങ്ങളിൽ മടങ്ങിയെത്തുകയാണ്. അതേസമയം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. 21-ാം നൂറ്റാണ്ട് യുദ്ധത്തിന്റെ യുഗമല്ലാത്തതിനാൽ നയതന്ത്രത്തിന്റെ പാത എപ്പോഴും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇസ്രായേലും ലബനനുമിടയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് തിരിച്ചുവരാനും എപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ സംഭവവികാസങ്ങൾ വിശാലമായ മേഖലയിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വഴിയൊരുക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു.